സ്നേഹം നിറഞ്ഞ സഹായമെത്രാൻ തിരുവനന്തപുരം അതിരൂപത റൈറ്റ് റെവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് തിരുമേനി, KLCWAയുടെ അതിരൂപത പ്രസിഡന്റ് ശ്രീമതി ജോളി പത്രോസ്, KLCWAയുടെ സെക്രട്ടറി ശ്രീമതി വിമല സ്റ്റാൻലി, Monsignor Reverend Dr. Eugene Pereira, Dr. Michael Thomas, Reverend Father Lawrence Kulas, Reverend Dr. Haising M. Nayagam, Reverend Father Tony Hamlet, Reverend Father Joseph Franklin, Srimadi Shirley Stanley, Kumari Marin, Srimadi Cicely Edgar, Srimati Sushila Lopez, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കന്യാസ്ത്രീകളെ, അച്ഛന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ശ്രീമതി വിമല സ്റ്റാൻലിക്കും ശ്രീമതി ജോളി പത്രോസിനും ശ്രീമതി അനീറ്റ റോയ്ക്കും ഞാൻ നന്ദി കരയറ്റുന്നു. ലോകം അതിവേഗം പുരോഗമിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനത്തിലൂടെ, നിർമ്മിത ബുദ്ധിയിലൂടെ നമ്മുടെ ജീവിത അനുഭവങ്ങളും സുഖങ്ങളും വർദ്ധിക്കുകയാണ്. ഈ സമയത്താണ് നാം ഈ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത്. ശ്രീമതി ജോളി പത്രോസ് വളരെ ഭംഗിയായി പറയുകയുണ്ടായി, ഈ അന്താരാഷ്ട്ര വനിതാ ദിനം എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ. അപ്പോൾ ഐക്യരാഷ്ട്ര സഭ 75 തീരുമാനിച്ചു, ഓരോ വർഷവും വനിതാ ദിനത്തിൽ ഓരോ വിഷയവും അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്, മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച്. ഒരു കാലത്ത് തുല്യ വേതനത്തിന് വേണ്ടിയായിരുന്നു. ഇന്നും ടെന്നീസ് ലോകത്തിലെ വനിതകൾക്ക് തുല്യമായിട്ട്, ഇപ്പം വിംബിൾഡൺ ടൈറ്റിൽ കിട്ടിയാലും US ഓപ്പൺ ടൈറ്റിൽ കിട്ടിയാലും തുല്യമായിട്ടുള്ള അവാർഡ് തുക ഇന്നും ലഭിക്കുന്നില്ല. എന്നാൽ മറ്റു പല ജോലികളിലും പൊതു പബ്ലിക് തൊഴിൽ അവസരങ്ങളിൽ തീർച്ചയായിട്ടും തുല്യവേതനം ലഭിച്ചു കഴിഞ്ഞു. ഈ സമരത്തിലൂടെ, ഈ സഹനത്തിലൂടെ തുല്യ വോട്ടവകാശത്തിനും വേണ്ടി സ്ത്രീകൾ തെരുവിലിറങ്ങിയിരുന്നു. ഇന്ന് ജോളി പത്രോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞത് എന്താണ്? പ്രാതിനിധ്യത്തിൽ വിവേചനമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് സ്ത്രീകൾ നഗരങ്ങളിൽ വിവേചനമുണ്ടോ എന്ന്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ അവർ നോക്കുന്നത് ധാരാളം ക്രൈറ്റീരിയ വെച്ചാണ്. അതായത് നിയമ അവകാശം നോക്കും, പഠിക്കാനും ആരോഗ്യ സേവനത്തിനുമുള്ള അവകാശം നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് അവർ 2023 ഭാരതത്തിൻ്റെ സ്ഥാനം 127 146 രാജ്യങ്ങളിൽ. തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ റാങ്കിങ് 59, ഭൂട്ടാൻ്റെയോ 103. ഈ മാസം ഇറങ്ങിയ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരവും തുല്യം തന്നെയാണ്. ഇന്ത്യയുടെ റാങ്കിങ് 113, 190 രാജ്യങ്ങളിൽ. കേരളം വളരെയധികം മുന്നോട്ടാണ്. എങ്കിലും നമ്മുടെ കേരളത്തിലും ശ്രീമതി ജോളി പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇനിയും സ്ത്രീകൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നു എന്നിരിക്കട്ടെ. വാട്ട് മേക്സ് യു യുണീക്ക്? നിങ്ങൾ ഓരോരുത്തരെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? എനിക്ക് എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തു പറയും?
ഞാനൊരു ഇന്ത്യൻ വനിതയാണ്, ക്രിസ്ത്യാനിയാണ്, അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്, IAS ഉദ്യോഗസ്ഥയാണ്, ഇങ്ങനെ പറഞ്ഞു പോകാം. നമുക്ക് ക്രിക്കറ്റിൻ്റെ ദൈവമായിട്ടുള്ള എന്ന് വിളിക്കപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ക്രിക്കറ്റ് ഇസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ടു മീ. ഇറ്റ് ഹാസ് നെവർ ബീൻ, ഇത് നേടണമെന്നോ അത് നേടണമെന്നോ ഉള്ള ആഗ്രഹമല്ലായിരുന്നു. എൻ്റെ ഒരേ ഒരു സ്വപ്നം ഇന്ത്യൻ തൊപ്പിയും ഇന്ത്യൻ ജേഴ്സിയും അണിയുക എന്നുള്ളതായിരുന്നു. ഇന്നിവിടെ ആദരിക്കാൻ പോകുന്ന തീരദേശത്തിൻ്റെ, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പായിട്ടുള്ള ത്രേസ്യ ലൂയിസ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: കുഞ്ഞനാൾ മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന മോഡലിംഗ് എന്ന സ്വപ്നം, എൻജിനീയറിംഗ് പഠിക്കാൻ കയറിയ കാലത്തും ജോലി ചെയ്യുന്ന സമയങ്ങളിലും ആ ആഗ്രഹം പോകാണ്ട് മനസ്സിൽ തന്നെ നടത്തി. അതിനുവേണ്ടി ഞാൻ മുൻകൈയെടുത്തു. അവർ മുൻകൈയെടുത്തു, വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് എടുത്ത വിജയമാണ് തൻ്റെ കിരീടം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് whatever be my qualifications or my background, my uniqueness comes from all the dreams and goals I have as a child and in the ways I fulfill them. ഞാൻ എന്തെല്ലാം ആകുന്നുവോ, നാം എന്തെല്ലാം നേടുന്നുവോ, അതെല്ലാം നാം താലോലിച്ച് നടത്തുന്ന സ്വപ്നങ്ങളിലും അത് നേടുവാൻ ചെയ്യുന്ന പാതയിലും അത് നേടുന്നതിലും അധിഷ്ഠിതമാണ്. ഇന്നത്തെ വനിതാ ദിനത്തിലെ വിഷയം എന്താണ്? സ്ത്രീകളിൽ നിക്ഷേപിക്കുക, അങ്ങനെ പുരോഗതി ഉണ്ടാകുക. അതിൻ്റെ ക്യാമ്പയിൻ തീമാണ് നിങ്ങളുടെ നോട്ടീസിലുള്ളത്: ഉൾച്ചേർക്കൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നോയമ്പിൻ്റെ കാലമാണ്. പൗലോസിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്: പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. സിനിമാ താരം മഞ്ജു വാര്യറിൻ്റെ തിരിച്ചുവരവിൻ്റെ ചിത്രമായിരുന്നു ഹൗ ഓൾഡ് ആർ യു, അല്ലേ? നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കാതലായ മെസ്സേജ് ഉണ്ട്. സ്ത്രീയുടെ സ്വപ്നത്തിനും സ്ത്രീയുടെ സ്വപ്നത്തിൻ്റെ പരിധിക്കും കാലാവധിക്കും ആരും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ല കേരള KCWA ഇപ്പോൾ സ്വയം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ചെറിയ പെൺകുട്ടികൾക്കല്ല, പിന്നെയോ സ്വപ്നമുള്ള സ്ത്രീകൾക്കാണ്. കഴിവുള്ള സ്ത്രീകൾക്ക് നൈപുണ്യം നൽകി അവരെ കഴിവ് വളർത്തി അവരെ സമൂഹത്തിൽ പ്രൊഡക്റ്റീവാക്കുന്ന പ്രക്രിയയാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. വളരെ ശ്ലാഘനീയം. കാരണം സ്ത്രീയുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും ആർക്കും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നം എന്താണ് എന്ന് ചോദിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇതുമാത്രം: നിങ്ങൾ സ്വപ്നം കാണണം. എപ്രകാരം ചാരായത്തിനെതിരെ, മദ്യപാനത്തിനെതിരെ ജോളി പത്രോസും കൂട്ടരും സമരം ചെയ്തോ, അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ നിങ്ങൾ ആദ്യം സ്വപ്നം കാണണം. പൗലോ കോലോയുടെ ആ കോട്ട് പറഞ്ഞിട്ട്, അതായത് നിങ്ങളൊരു സ്വപ്നം കണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ ലോകം തന്നെ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് സ്വാഗതം പ്രാസംഗിക പറയുകയുണ്ടായത്. അതിൽ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ വിഷയം ഉൾക്കൊള്ളുന്നു.
നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. നമ്മോടൊപ്പം കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. അവർക്ക് പ്രചോദനം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ചെറുതല്ലേ, എന്നെ ആർക്കറിയാം, എനിക്കെങ്ങനെ പ്രചോദനം നൽകുവാൻ സാധിക്കുമെന്ന്? നമുക്കതിന് വേദപുസ്തകത്തിലേക്ക് നോക്കാം. തിരുമേനിമാരും അച്ഛന്മാരും ഇരിക്കുന്ന ഒരു വേദിയാണെന്നറിയാം. എങ്കിലും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂദാവർഗത്തിൽ സംസർഗം നിഷേധിക്കപ്പെട്ട അവരിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ശമരിയ സമൂഹമാണ്. ആ ശമരിയക്കാരിൽ തന്നെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന സ്ത്രീയെ ഉൾപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ് ആ അധ്യായം തുടങ്ങുന്നത്. ഈ സംഭവത്തിലൂടെ നമുക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാം. ഒന്നാമതായി, മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നാം മാറി ചിന്തിക്കണം, മാറി പ്രവർത്തിക്കണം. ഞങ്ങളുടെ UPSC പരീക്ഷയിൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം, പ്രിലിമിനറിക്കും മെയിൻസിനും. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്? ട്രെൻഡ് നോക്കി, മുൻപേ പോയവർ എടുത്ത് മാർക്ക് കിട്ടി മേലെ റാങ്കുകളിൽ വന്നവർ എന്ത് പഠിച്ചുവോ അത് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻജിനീയറിംഗ് പഠിച്ചവരാരും കാണില്ല, ലിറ്ററേച്ചർ, മലയാളം ലിറ്ററേച്ചർ എടുത്തവർക്കായിരിക്കും IAS-ഉം IPS-ഉം ഉയർന്ന റാങ്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ എൻജിനീയറിംഗ് വിദ്യാർത്ഥി, എൻ്റെ കൂടെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ളവർ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചിട്ടുണ്ട്. എൻജിനീയറിങ്ങും IIT-യിൽ പഠിച്ച വിദ്യാർത്ഥികൾ മാറി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താ കാരണം? അവർ ട്രെൻഡ് നോക്കി മനസ്സിലാക്കി ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്നു. യേശുവും ശിഷ്യന്മാരും യഹൂദയിൽ നിന്ന് ഗലീലയിലേക്കാണ് പോകുന്നത്. എന്നാൽ യേശു കടക്കുന്നത് ശമരിയയിലൂടെയാണ്. സാധാരണഗതിയിൽ യഹൂദന്മാർ ശമരിയയിലൂടെ കടക്കാതെ ചുറ്റിവളഞ്ഞാണ് പോകുന്നത്. പക്ഷെ യേശു ശമരിയയിലൂടെ കടക്കുന്നു. എന്നിട്ട് ഈ വഴി നടന്ന് ക്ഷീണിച്ച് സുഖാർ എന്ന ശമരിയ പട്ടണത്തിലെ യാക്കോബിൻ്റെ ഉറവിനരികെ വന്നിരിക്കുന്നു. ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ഏകദേശം 6-ാം മണി നേരം, നട്ടുച്ചയ്ക്ക് 12 മണി. അപ്പോൾ അവിടെ വെള്ളം കോരുവാൻ പാത്രവുമായി ശമരിയക്കാരി സ്ത്രീ വരുന്നു. യേശു അവളോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുന്നു. അങ്ങനെ ദീർഘമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ആ സംസാരത്തിൽ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദനാണ്, ഞാനൊരു ശമരിയക്കാരത്തിയാണ്, യഹൂദർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല, എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന്. പാർശ്വലീകരിക്കപ്പെടുന്ന ജനതയെ ചേർത്തുകൊള്ളുമ്പോഴാണ് സമൂഹം പുരോഗമിക്കുന്നത്. വിവേചനവും പീഡനവും അനുഭവിക്കുന്ന പല സ്ത്രീകളും ആ ജനതയെ പ്രതിനിധാനം ചെയ്യുന്നു. അവരോട് സംവദിക്കുവാൻ, അവരെ ചേർത്തുകൊള്ളുവാൻ, അവരോട് സദ്വർത്തമാനം പറയുവാൻ, അവരെ പുരോഗതിയുടെ പാതയിൽ എത്തിക്കാൻ നമുക്ക് യേശുവിൻ്റെ മനോഭാവം വേണം. രണ്ടാമതായി, അറിവും അവകാശങ്ങളും ചോദിച്ചു വാങ്ങണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, they should speak up എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ സംസാരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ശമരിയ സ്ത്രീക്ക് മനസ്സിലായി യേശുവിൻ്റെ വേഷവിധാനവും എല്ലാം കണ്ടപ്പം ഒരു യഹൂദനാണെന്ന്. എന്നിട്ടും അവർ ധൈര്യമായി സംസാരിച്ചു. തൻ്റെ വിശ്വാസം തന്നെ അവർ തുറന്നു പറയുന്നു. ഞങ്ങളുടെ പിതാവ് യാക്കോബിനേക്കാൾ നീ വലിയനോ എന്നാണ് ചോദിക്കുന്നത്. മശിഹ എന്ന ക്രിസ്തു വരും എന്നും ആ അപരിചിതനോട് ഈ ശമരിയക്കാരത്തി സ്ത്രീ പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച, ചോദ്യങ്ങൾ വളരെ പോയിന്റഡ് ആയിട്ട് ചോദിച്ച
ഈ പേര് പോലും ഇല്ലാത്ത, കൂട്ടുകാരില്ലാതെ തനിയെ നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാൻ എത്തിയ സ്ത്രീയോടാണ് യേശു ആദ്യമായി താൻ മശിഹ ആണെന്ന് പറയുന്നത്. ജീസസ് വുഡ് ഹാവ് ബീൻ സോ ഇംപ്രസ്ഡ് വിത്ത് ഹർ. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ഒരു ഓണർ അവർക്ക് നൽകുന്നത്. ഷെറിൽ സാൻഡ്ബർഗ് എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്ക് മെറ്റായുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്നു 2022 വരെ. അവരെഴുതിയ ഒരു പുസ്തകമാണ് ലീൻ ഇൻ. ലീൻ ഇൻ എന്ന് വെച്ചാൽ ഉള്ളിലോട്ടിരിക്കുക. അതായത് ഞങ്ങളുടെ കമ്പനിയിലാണേലും ഇപ്പം നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ എങ്ങനെയാണെന്നറിയില്ല, പുരുഷന്മാരും സ്ത്രീകളും ഉള്ള ഒരു മീറ്റിംഗ് അച്ഛൻ വിളിച്ചു കൂട്ടിയാൽ ആ മുറിയുടെ നടുക്കൊരു മേശയും കാണുമെങ്കിൽ സ്ത്രീകൾ കയറുമ്പോൾ 2ാമത്തെ റോയിൽ വന്നിരിക്കും. ആരും മുൻവശത്തെ റോയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും പോയി ഇരിക്കുന്നത് 2ാമത്തെ റോയിലാണ്. ഇനി അച്ഛൻ വിളിച്ചെല്ലാവരെയും ഇല്ല ഇല്ല നിങ്ങളിവിടെ മുൻപിലിരിക്കുക, നിങ്ങൾ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ, ട്രഷറർ അല്ലേ എന്ന് പറഞ്ഞ് മുൻപിലത്തെ റോയിൽ ഇരുത്തിയാൽ തന്നെ അവർ കുറച്ച് പിന്നോക്കമാണ് ഇരിക്കുന്നത്. സ്ത്രീകൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം, അതിനുവേണ്ടി ചോദ്യം ചോദിക്കണം, അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പ്രകടമാക്കണം. എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുവാൻ ആര് മുന്നോട്ട് വരും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തണം. അതാണ് പുരുഷന്മാർ ചെയ്യുന്നത്. ഹാർവർഡ് ബിസിനസ് റിവ്യൂവിലെ റിപ്പോർട്ട് പ്രകാരം ഹ്യൂലറ്റ് പക്കാർഡ് കമ്പനി, വലിയ കമ്പ്യൂട്ടർ കമ്പനിയാണ്, അവർ ചെയ്ത പഠനപ്രകാരം പുരുഷന്മാർക്ക് 60% ക്വാളിഫിക്കേഷനേ ഉള്ളൂ ഒരു പണി ചെയ്യാനെങ്കിലും അവർ മുന്നോട്ട് വരും ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി. സ്ത്രീകൾ വിചാരിക്കും എനിക്ക് 100% ഞാൻ ഈ ജോലി ചെയ്യാൻ പറ്റിയതാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യത്തുള്ളൂ, ഞാൻ കൈ ഉയർത്തത്തുള്ളൂ, ഞാൻ മുന്നോട്ട് വരത്തുള്ളൂ എന്ന്. മൂന്നാമതായി, ഡോണ്ട് ലീവ് ബിഫോർ യു ലീവ്. ഷെറിൽ സാൻഡ്ബർഗിൻ്റെ ബുക്കിൻ്റെ ഒരു അധ്യായത്തിൻ്റെ ടൈറ്റിലാണ് നിങ്ങൾ വിടവാങ്ങുന്നതിന് മുമ്പ് വിടവാങ്ങരുത്. കിണറ്റിനരികെ ഒരു ഘട്ടത്തിൽ സംവദിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അപരിചിതനായ യഹൂദൻ ശമരിയ സ്ത്രീയോട് ചോദിക്കുവാണ്, നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചു കൊണ്ടുവരുവാൻ. യേശുക്രിസ്തു പറയുന്നത് എന്താണ്? നിത്യജീവനുള്ള വെള്ളം നൽകാം എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുവാൻ. സാധാരണ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ പ്രൈവസിയെ തൊട്ട് സംസാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. എസ്പെഷ്യലി പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും സമൂഹത്തിൽ നിന്ന് മറയ്ക്കുവാനുണ്ടെങ്കിൽ. എന്നാൽ ഈ സ്ത്രീ തുടർന്നും സംസാരിച്ചു. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് സത്യം ഏകദേശം മറച്ചു വെച്ച് തന്നെ സത്യമല്ലാത്തതും പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇവർ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു തൻ്റെ ദൈവീക ജ്ഞാനമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. യേശു എന്താ പറയുന്നത്? നീ പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന്. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ യേശുവിനെ യജമാനൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പ്രവാചകനാണോ എന്ന സംശയമുണ്ടാകും. തുടർന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അത് വായിച്ചു നോക്കുക. യേശു എന്താണ് സംവദിക്കുന്നത്? ഈ സ്ത്രീ വെള്ളം കോരുവാൻ നട്ടുച്ചയ്ക്ക് വന്ന് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ താമസിക്കുന്ന ആള് ഭർത്താവുമല്ല, കൂട്ടുകാരുമില്ലാത്ത ഈ സ്ത്രീയോട് പണ്ഡിതന്മാരോട് സംസാരിക്കുന്ന രീതിയിലാണ് യേശു സംസാരിക്കുന്നത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മൾക്കുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തുറന്നു പറയുമ്പോൾ, എതിരെ നിങ്ങളോട് സംസാരിക്കുന്നവർക്ക് കൂടുതൽ സത്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ തോന്നും. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അധ്യാപകരല്ലേ? നിങ്ങൾ ഏത് കുട്ടിയോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? താല്പര്യം എടുക്കുന്ന കുട്ടിയോട്. ആ കുട്ടി ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുന്നു, നിങ്ങൾ സഹായിക്കുന്നു.
നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ കുട്ടികളോട് പറയണം, ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കണം, കാര്യം മനസ്സിലാക്കണം. ഇനി നിങ്ങളൊരു അധ്യാപികയാണെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ എൻകറേജ് ചെയ്യണം. അപ്പം യേശു ക്രിസ്തു ഒരു ഗാഠമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഈ ശമരിയ സ്ത്രീയോട് പറയുന്നത്. അതായത് ദൈവാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്. പിന്നെയാണ് യേശു ഈ പേരില്ലാത്ത ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്, ഞാൻ ആകുന്നു മെസ്സിഹ എന്ന്. ഇന്ന് ചെറിയ പ്രായക്കാരായ വിദ്യാഭ്യാസ സമ്പന്നരായ പെൺകുട്ടികൾ പോലും തങ്ങളുടെ ജോലി ഉപേക്ഷിക്കും. എന്തിനാ കാരണം? കുടുംബക്കാർ പറയുന്നു, ഇൻലോസ് പറയുന്നു ജോലിക്ക് പോകണ്ടാകും. ആരും എല്ലാ പൂർണ്ണത നിറഞ്ഞവരല്ല. സക്സസ്ഫുൾ ആയ വനിതകളെ നോക്കുക, അവർക്ക് കരിയറും കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു. പൂർണ്ണതയോടെയല്ല, ഏറ്റവും പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷേ ഇമോഷണലായിട്ട് ഒരു കാര്യം ഇട്ടിട്ട് പോകരുത് എന്നാണ് പറയുവാനുള്ളത്. നമ്മുടെ പരിധികൾ മനസ്സിലാക്കി കുടുംബത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറാൻ ശ്രമിക്കണം. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മ, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ്, ബാക്കിയുള്ളവരുടെ അഭിപ്രായവും ചോദിച്ച് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റും ശാസ്ത്രത്തിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ നമ്മളെല്ലാം ചെറുതായപ്പം പാട്ടുകൾ പാടുമായിരുന്നു. എന്തുകൊണ്ട് മാനത്തെ മാരിവില്ലെന്തുകൊണ്ട്, താരങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് എന്നെല്ലാം. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തുടർന്നും ചോദിക്കണം. എന്തുകൊണ്ട്? ജോളി പത്രോസ് പറയുകയുണ്ടായി, ഇന്നിവിടെ ഞാൻ പ്രസംഗിച്ചതിന് ശേഷം ഐ തിങ്ക് റവറൻഡ് യൂജിൻ പെരേറ അച്ഛനായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളോട് ഈ ഇലക്ഷനെ കുറിച്ച്, ഇലക്ഷൻ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത്. ഇപ്പോഴുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏത് പാർട്ടി എടുത്താലും സ്ത്രീകൾ 50% ഉണ്ടല്ലോ ജനസംഖ്യയിൽ, പക്ഷേ 10% താഴെയേ അവർ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുകയുള്ളൂ. ജോളി പത്രോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. 33% സംവരണം പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒക്കെ കൊടുത്തതിൻ്റെ അഭിമാനം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ വനിതാ സ്ഥാനാർത്ഥികൾക്കുള്ള സ്ഥാനത്ത് അവരെ നിർത്തുകയേ എല്ലാവരും ചെയ്യുകയുള്ളൂ. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കണം. ക്രിട്ടിക്കൽ മാസ് ഓഫ് വിമൻ, അതായത് ഒരു നല്ല സംഖ്യ സ്ത്രീകൾ എല്ലാ സ്ഥാനങ്ങളിലും വന്നാൽ തീർച്ചയായിട്ടും പീഡനങ്ങൾക്കും അവഗണനയ്ക്കും കുറവ് വരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, അതിനുത്തരം നൽകുവാൻ ആൾക്കാർ കാണും. അപ്പോൾ അവിടെയാണ് നമ്മുടെ കുട്ടികളെ കൂടെ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളത്. കോളേജുകളിൽ കരിക്കുലമുണ്ട്, കോളേജുകളിൽ സിലബസ് ഉണ്ട്. അതിനപ്പുറം അവരെ കൊണ്ട് നൈപുണ്യം സിദ്ധിപ്പിക്കുന്നവരായിരിക്കണം. ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് നടത്താറുണ്ട്. അപ്പോൾ ആദ്യം ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കഴക്കൂട്ടത്ത് നടത്തിയതിൻ്റെ കാര്യം പറയാം. 1200 പേര് രജിസ്റ്റർ ചെയ്യും. ഡ്രൈവിൻ്റെ അന്ന് വരുന്നത് വെറും 600 പേര്. എന്താ ബാക്കിയുള്ളവർ വരാത്ത? അവർക്ക് ആത്മവിശ്വാസമില്ല, ആശയവിനിമയ ശേഷി അവർക്കില്ല എന്നുള്ള തോന്നലാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നൈപുണ്യ പരിശീലനം എടുക്കാം. ത്രേസ്യ ലൂയിസിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അതെന്താണ് അതിൽ കാണിക്കുന്നത്? കണ്ണാടിയിൽ നോക്കി സംസാരിച്ചു പഠിക്കുക. പിന്നെ നമ്മുടെ പിള്ളേർക്കാർക്കും ചെറിയ ജോലികൾ ചെയ്യാൻ ഇഷ്ടമല്ല ഇവിടെ. പക്ഷേ കോൾ സെൻറ്ററിൽ 6 മാസം ജോലി ചെയ്യുക. ഇപ്പം സേവന മേഖലയാണ് വളരുന്നത്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് 6 മാസം ജോലി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആശയവിനിമയ ശേഷി നമ്മളിൽ ഉണ്ടാകും. അസാപ്പ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കോഴ്സുകൾ നടത്തുന്നു. നമ്മൾ ഇതൊന്നും ചെയ്യാതെ അവരെ കൊണ്ട് ഇവിടെ തന്നെ ചെറിയ ജോലികൾ ചെയ്യിക്കാതെ നമ്മളെല്ലാം ചെയ്യുന്ന ഇപ്പം എന്താ? 35 ലക്ഷം വീടും പറമ്പും ജപ്തി ചെയ്താലും സാരമില്ല എന്ന് പറഞ്ഞ് ബാങ്കിൽ കൊടുത്തിട്ടാണ് കാനഡയിലാണോ ഓസ്ട്രേലിയയിലാണോ അവരെ വിടുക. ആ കോളേജുകളെ കുറിച്ച് ഒന്നും നോക്കുന്നില്ല. ആ കുട്ടികൾ കോളേജിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല.
നിങ്ങൾ ചോദിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കിട്ടുന്നത്. ആ കുട്ടികൾ ഒരു ദിവസത്തിൻ്റെ 10 മണിക്കൂറും നിന്ന നിൽപ്പിന് ജോലി ചെയ്യുകയാണ്. അവർ ബാത്റൂം കഴുകും, അവർ ഫ്രൂട്ട് ഫാക്ടറിയിൽ ഫ്രൂട്ടുകൾ കട്ട് ചെയ്യും, അവർ മീൻ വെട്ടും, അവർ ഇറച്ചി വെട്ടും, എല്ലാം ചെയ്യും. നിങ്ങളാരും അറിയില്ല. കാരണം എന്താ? ഡോളർ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 82 രൂപയുള്ളതുകൊണ്ട് മാത്രം. ആ കഷ്ടപ്പെടുന്ന അവർ ഇവിടെ കോളേജ് പഠനകാലത്ത്, അതിനുശേഷം കഷ്ടപ്പെടുവാൻ നിങ്ങൾ പ്രചോദനം ആവണം. അങ്ങനെ ജീവിത സ്വപ്നങ്ങളെ പടിപടിയായി നേടിയെടുക്കണം. വികാരപരമായി എല്ലാത്തിനെയും നേരിടുന്നതിനോട് വിട പറയാം. സ്വന്തമായി അഡ്രസ് ഇല്ലെങ്കിലും നിന്ദിതയാണെങ്കിലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കും. തന്നോട് സംസാരിക്കുന്നത് മശിഹയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശമര്യക്കാരത്തി സ്ത്രീ എന്താണ് ചെയ്തത്? ദൈവമേ എനിക്ക് ഭർത്താവ് തരണേന്നോ, ദൈവമേ എനിക്ക് പണം തരണേന്നോ, ദൈവമേ എനിക്ക് വസ്ത്രം തരണേന്നോ, ജോലി തരണേന്നോ ഒന്നും ചോദിച്ചില്ല. അവർ വെള്ളം കോരുവാൻ വന്ന, ദാഹം മാറ്റുവാൻ വെള്ളം കോരുവാൻ വന്ന പാത്രം അവിടെ വെച്ചിട്ട് ശമരിയ പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ അവരവിടെ ലോകത്തിൻ്റെ ആദ്യത്തെ മിഷണറിയായി. വലിയ വാക്സാമർത്ഥ്യമോ വലിയ പ്രസംഗമോ നമുക്ക് ആവശ്യമില്ല. അനുഭവ സാക്ഷ്യം മാത്രം മതി. ഞാൻ ചെയ്തതൊക്കെയും ആ മനുഷ്യൻ പറഞ്ഞു, വന്ന് കാണീ, വന്ന് കാണീ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വന്ന് കാണുവാൻ നിങ്ങൾ അവരെ മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. അവസാനമായി നമ്മൾ ആന്തരികമായി മനുഷ്യത്വമുള്ളവരായിരിക്കണം. നമ്മുടെ മക്കളിലും മനുഷ്യത്വം പഠിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ക്യാമ്പസുകളിലുള്ള വയലൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാൻ, മറ്റുള്ളവർക്ക് സദ്വർത്തമാനം പറയുവാൻ, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും അന്താരാഷ്ട്ര വനിതാ ദിനമായി ഇന്നിൻ്റെ ആശംസകൾ നൽകിക്കൊണ്ട് ഒന്നുകൂടി എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും.